ആണ് തങ്ങളുടെ സമ്മതിദാനം അറിയിക്കുന്നത്. ഇപ്പോൾ സൂര്യഗായത്രി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സൂര്യഗായത്രി, തിരുവനന്തപുരം ജില്ലയിൽ എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? അതുപോലെ തന്നെ നമുക്കറിയാം, ഈ നഗരപ്രദേശം മാത്രമല്ല, തിരുവനന്തപുരം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് തീരദേശം കൂടിയാണ്. അവിടെയും എങ്ങനെയാണ് പോളിംഗ് ശതമാനമുള്ളത്? ജനങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് സൂര്യഗായത്രി? ഭദ്ര, തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും രാവിലെ മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുവാൻ സമ്മതിദായകരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. 7 മണി മുതൽ തന്നെ 7 മണിക്ക് തന്നെ കൃത്യം പോളിംഗ് ബൂത്തുകളിലൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തൽ ആരംഭിച്ചിരുന്നു. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. രാവിലെ ഈ കുറച്ച് പ്രായമായ അവരൊക്കെയാണ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നത്. നല്ല രീതിയിലുള്ള തിരക്ക് എല്ലാ പോളിംഗ് ബൂത്തുകളിലും അനുഭവപ്പെടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ 18.68% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിലാണെങ്കിൽ അത് 20 കഴിഞ്ഞിട്ടുണ്ട്. 20.55% പോളിംഗ് ആണ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വോട്ട് രേഖപ്പെടുത്തി ഇറങ്ങുന്നതിന് വേണ്ടി ഒരു കാലതാമസം ഉണ്ടാവുന്നുണ്ട്. പല ബൂത്തുകളിലും ഇത്തരത്തിൽ പോളിംഗ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കാലതാമസം ഉണ്ടാകുന്നു. ഇപ്പോൾ കുന്നുകുഴി UP സ്കൂളിലടക്കം ബൂത്തുകളിൽ പോളിംഗ് മന്ദഗതിയിലാണ് നടക്കുന്നത് എന്ന പരാതി ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടർമാർ ക്യൂവിൽ നിന്ന് തളർന്ന് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. രാവിലെ തന്നെ എല്ലാവരും പോളിംഗ് ബൂത്തുകളിൽ തങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിരുന്നു. തിരുവനന്തപുരത്താണെങ്കിൽ AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ V ജോയി, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി V ജോയി, അതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിമാരായ അനിൽ ആന്റണി ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രമുഖരൊക്കെ തന്നെ വോട്ട് രാവിലെ തന്നെ വന്ന് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട്. സാധാരണക്കാരും രാവിലെ 7 മണി മുതൽ തന്നെ കൃത്യം അവരുടെ പോളിംഗ് ബൂത്തുകളിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം നടപ്പാക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്കാണ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും അനുഭവപ്പെടുന്നത്. ഭദ്ര. ശരി, സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നുമുള്ള. എന്തായാലും വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ തുടക്കം മുതൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ അതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് എല്ലാ മുന്നണി പ്രവർത്തകരും അതുപോലെ ജനങ്ങളും ജനവിധി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ ബൂത്തുകളിലേക്കും എത്തുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? അതിനിടയിൽ മുഖ്യമന്ത്രി അറിയാതൊരു വാചകം പറഞ്ഞു. ഞാൻ എത്രയോ തവണ ജാവദേക്കറെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ എന്തിനാ ജാവദേക്കറെ പല പ്രാവശ്യം കാണുന്നത്? അതേ കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ നിതിൻ ഗഡ്കരി, പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ വിമർശിച്ച മുഖ്യമന്ത്രിയോട് ഞാനൊരു മറുപടി ചോദിച്ചു. അതായത് നിതിൻ ഗഡ്കരിയെ വീട്ടിൽ